GCC മേഖല പൊതുവെ ഒരു ടാക്സ് ഹെവൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇസ്ലാമിക് രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഈജിപ്ത്, ലിബിയ ഈ രാജ്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ നല്ല ഹൈ ടാക്സ് സിസ്റ്റം 20% ഒക്കെ മുകളിലാണ്. അതുപോലെ പേഴ്സണൽ ഇൻകം ടാക്സ് നന്നായിട്ടുണ്ട്. നമുക്കറിയാം ലോകത്ത് 200-ൽ പരം രാജ്യങ്ങളുണ്ടെങ്കിൽ GCC മേഖല പൊതുവെ ഒരു ടാക്സ് ഹെവൻ എന്നാണ് അറിയപ്പെടുന്നത്. ലോകത്തേക്ക് ഏറ്റവും കുറവ് ടാക്സ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന രാജ്യങ്ങളാണ് ഗൾഫ് രാജ്യങ്ങൾ അല്ലെങ്കിൽ GCC രാജ്യം. 2018 കൂടിയാണ് ചെറുതായെങ്കിലും ഒരു വാറ്റ് അഥവാ വാല്യൂ ആഡഡ് ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതിനു മുമ്പേ എന്ന് പറയുന്നത് ഒമാൻ പോലുള്ള രാജ്യങ്ങളിൽ ചെറിയ തോതിലുള്ള കോർപ്പറേറ്റ് ടാക്സ് അത് തന്നെ അത്രത്തോളം സ്ട്രിക്റ്റ് അല്ലാതെയാണ് ഉണ്ടായിരുന്നത്. നമുക്കറിയാം ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് നിന്ന് വരുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മളെ ടാക്സ് സിസ്റ്റം പ്രത്യേകിച്ചൊരു നമുക്ക് വലിയൊരു അവയർനെസ്സിൻ്റെ ആവശ്യം വരുന്നില്ല. നമുക്കറിയാം ഇന്ത്യയിൽ ടാക്സ് ഏതൊക്കെ തരത്തിൽ സെയിൽസ് ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, ഇൻകം ടാക്സ് ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് ഡെയിലി ലൈഫിൽ വരുന്ന ടാക്സ് സിസ്റ്റംസ് ആണ്. നമുക്കിപ്പോൾ GCC രാജ്യങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ടാക്സ് ഹെവനാ നേരത്തെ പറഞ്ഞിരുന്നു. വളരെ പരിമിതമായ ടാക്സേഷൻ കളക്ഷൻ സംഗതികൾ ഇവിടെ ഉള്ളൂ. ലൈക്ക് പറയുകയാണെങ്കിൽ നമുക്ക് വാറ്റ് 2018 മുതൽ 4 രാജ്യങ്ങൾ വാറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. 96 മുതൽ ഒമാനിൽ കോർപ്പറേറ്റ് ടാക്സ് ഉണ്ടെങ്കിലും കോർപ്പറേറ്റ് ടാക്സിൻ്റെ ശരിക്കും സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് 2021 ശേഷമാണ് ഒമാനെ സംബന്ധിച്ച്. ഇപ്പോൾ ഖത്തറെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഖത്തറിൽ 10% കോർപ്പറേറ്റ് ടാക്സ് ഉണ്ട് വിദേശി കമ്പനികൾക്ക്. സ്വദേശി കമ്പനികൾക്ക് ടാക്സ് എക്സംപ്റ്റഡ് ആണ്. സൗദിയെ പറ്റി പറയുകയാണെങ്കിൽ സൗദിയിലും കോർപ്പറേറ്റ് ടാക്സ്, വിദേശ കമ്പനികളും കോർപ്പറേറ്റ് ടാക്സ് ഉണ്ട്. വാറ്റ് വന്നത് 2018 ശേഷമാണ്. ബഹ്റിനെ പറ്റി പറയുമ്പോൾ ബഹ്റിന് കോർപ്പറേറ്റ് ടാക്സ് ഇല്ല, വാല്യൂ ആഡഡ് ടാക്സ് അഥവാ വാറ്റ് മാത്രമേ ഉള്ളൂ. സ്റ്റിൽ കുവൈത്ത് അതുപോലെ ഖത്തർ ഈ 2 രാജ്യങ്ങൾ വാറ്റിൻ്റെ ഒരു സിസ്റ്റത്തിലേക്ക് വന്നിട്ടില്ല, വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്.